ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ, അതായത് 8-10 മിനിറ്റ് കൊണ്ട് സേമിയ ചൗരി പായസം തയ്യാറാക്കാം. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് വെർമിസെല്ലിയാണ്. എങ്കിലും ഇത് പായസം തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി പായസത്തിൽ റോസ്റ്റ് ചെയ്ത് ചേർക്കാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും 2 കളറുള്ള മുന്തിരി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ആദ്യം കാഷ്യൂ നട്ട്സ് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കാഷ്യൂ നട്ട്സ് എടുക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. കാഷ്യൂ നട്ട്സിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. കാഷ്യൂ നട്ട്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കോരി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുക്കറിലാണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് തന്നെ കുക്കറിൻ്റെ ചൂട് കൊണ്ടിട്ട് പെട്ടെന്ന് റോസ്റ്റായി കിട്ടും. അപ്പോൾ ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതേ നെയ്യിലിട്ട് നമുക്ക് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതും വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ മുന്തിരിയൊക്കെ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. കരിയുന്നതിന് മുമ്പ് ഇതും നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ മുന്തിരിയും കാഷ്യൂ നട്ട്സൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കേണ്ടതാണ്. അപ്പോൾ മുന്തിരിയും കാഷ്യൂ നട്ട്സും ഒരു ബൗളിലേക്ക് മാറ്റി ഇനി ഇതേ നെയ്യിൽ നമുക്ക് വെർമിസെല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വെർമിസെല്ലി റോസ്റ്റഡ് ആണ്, എങ്കിലും നമ്മൾ ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുക. നെയ്യിലിട്ട് നമുക്ക് വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം അധികം കൂടാനായിട്ട് പാടില്ല കേട്ടോ. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇടയിലിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം വെർമിസെല്ലി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ചൗവരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ചൗവരി അരമണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെച്ചിരുന്നു. ഈ ചൗവരി നന്നായിട്ട് കുതിർന്നു വരുന്ന സമയത്ത് 1/4 കപ്പ് ചൗവരി ഏകദേശം 1/2 കപ്പോളം കാണും. അപ്പോൾ ചൗവരിയും കൂടെ ചേർത്തിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് സേമിയയ്ക്ക് 4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. ഇപ്പോൾ 4 കപ്പ് പാല് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് ആയതുകൊണ്ട് ഞാനിതിലേക്ക് 1 കപ്പ് നോർമൽ വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കാരണം ഈ വെർമിസെല്ലി പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും കേട്ടോ. ഈ പാല് ചേർത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് പാല് നന്നായിട്ടൊന്ന് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാലും വെർമിസെല്ലിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് സേമിയയ്ക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് സേമിയയ്ക്ക് 1/2 കപ്പ് പഞ്ചസാര പാകത്തിലുള്ള മധുരമായിരിക്കും. അതല്ല, മധുരം അല്പം കൂടി കൂടുതൽ വേണ്ടവർക്ക് 2 ടേബിൾ സ്പൂൺ കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പായസം തയ്യാറാക്കാനായിട്ട് കുക്കർ എടുക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പാല് പിരിയാനുള്ള സാധ്യതയുണ്ട്. ഇനി കുക്കർ അടച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം 1 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിൽ കൂടാനായിട്ട് പാടില്ല കേട്ടോ, അത് വെന്ത് കലങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ 1 വിസിൽ വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഉടനെ നമ്മൾ തുറക്കുന്നില്ല. 1-2 മിനിറ്റ് അതിൻ്റെ സ്റ്റീം പോകാനായിട്ട് വെയിറ്റ് ചെയ്തു. ഇനി മൂടിയ തുറന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം തുറക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം തീരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ചെറിയ ചൂടിൽ ബട്ടർ നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടും. ഇനി മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇതിൽ ബട്ടർ ചേർക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. ബട്ടറിന് പകരം നെയ്യ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാകും. അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ ഇച്ചിരി ഏറെ കൂടുതൽ ചേർത്താൽ പായസത്തിൽ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ 4 ഏലക്ക ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് അല്പം ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് സേമിയ പായസം അല്പം ചൂടോടുകൂടി കഴിക്കാനാണ് കേട്ടോ താല്പര്യം. ഇവിടെ പായസം തണുത്ത പരുവത്തിലായിട്ടുണ്ട്, അതായത് കുടിക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ആവശ്യാനുസരണം സെർവ് ചെയ്ത് മാറ്റാം. വിശേഷ ദിവസങ്ങളിലൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ പായസം തയ്യാറാക്കിയെടുക്കാം. ഈ പായസം കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ, അല്പം തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം പാല് തിളപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ആവശ്യാനുസരണം ലൂസാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയുമായിട്ടുള്ള സേമിയയും ചൗവരിയും വെച്ചുള്ള പായസമാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.